നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം അവസാന ലാപ്പിൽ. നാളെ കൊട്ടിക്കലാശം നടക്കും. ബുധനാഴ്ച നിശബ്ദ പ്രചരണം. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 23-നാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരിക. അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥികളെല്ലാം ആവേശത്തിലാണ്. ആലപ്പുഴ ചാരുമൂട് താമരക്കുളത്ത് കർഷകൻ ഷോക്കേറ്റ് മരിച്ചു. താമരക്കുളം സ്വദേശി ശിവൻകുട്ടി കെ പിള്ളയാണ് മരിച്ചത്. പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റാണ് മരണം. വന്യജീവി ആക്രമണ വിവാദത്തിൽ പ്രിയങ്ക ഗാന്ധി എംപിക്ക് മറുപടിയുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസുകാരാണെന്നും മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കേണ്ടത് കേന്ദ്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി പീരുമേട്ടിലെ സീതയുടെ മരണത്തിൽ പോലീസും വനംവകുപ്പും രണ്ടു തട്ടിൽ. നടന്നത് കൊലപാതകമാണെന്ന് വനംവകുപ്പ് ഉറപ്പിക്കുമ്പോൾ സീത മരിച്ചത് കാട്ടാൻ ആക്രമണത്തിലാണെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ സീതയുടെ ഭർത്താവ് ബിനുവിന്റെയും ഇവരുടെ 2 മക്കളുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇന്നും 5 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്.